ഞാനും എന്റെ സുഹൃത്തായ വിവേക് ഊഹിക്കാൻ പോവാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവനെ കൊണ്ടുപോകാൻ ചടങ്ങാണ് ഗൈസ്. എന്താന്ന് വെച്ചാൽ ഇവനെ എല്ലാ സാധനങ്ങളും വാങ്ങി കൊടുക്കണം. ഗോകുലിന് വാങ്ങി കൊടുക്കണം. ഈ അർജുൻ എന്ന് പറഞ്ഞ അവന് വാങ്ങി കൊടുക്കണം. പൈസ അല്ല ഞങ്ങൾ തന്നെയാണ് ഞാനിപ്പോ ഇടണേ. എന്നിട്ട് എന്നെ ഓമിക്കും. അടുത്ത മാസം അല്ലെങ്കിൽ അതിന്റെ അടുത്ത മാസം കാശ് തരുള്ളൂ. ഭയങ്കര ടഫ് ലൈഫാണ് ഇവിടെ ജീവിക്കാന്ന് പറയണത്. നിങ്ങൾക്ക് UK വരാൻ ആഗ്രഹമുള്ള കുറെ പേരുണ്ടാവും. എന്റെ സബ്സ്ക്രൈബേഴ്സ് തന്നെ കുറെ പേരുണ്ട്. അപ്പോ ഞാൻ പറയാന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡബിൾ ടേക്കർ ബസ്സാണ് ഇവിടുത്തെ ബസ്സെല്ലാരും. ഇവിടുന്ന് ഒരു 20 മിനിറ്റ് ഉള്ളൂ ഗൈസ്. രാജ് KR വെയിറ്റ് ചെയ്യാണ്ട് ഏതോ കടയുടെ പുറകെ നിൽക്കേണ്ട വിളിച്ച്. ഭയങ്കര തണുപ്പാണല്ലോ. ഭയങ്കര ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. എന്റെ സുഹൃത്തായ കിരൺ കൂടുണ്ട്. ഇതല്ലേ നീയും പറഞ്ഞു. പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. യൂട്യൂബ് ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. താങ്ക് യു ഗൈസ്. ഞങ്ങളിപ്പോ ഡേഗനാമിന്ന് റോംഫോർഡ് പോയി. റോംഫോർഡിൽ നിന്ന് ശ്രീകുട്ടിനെ പിക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് കൊണ്ടിരിക്കുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഗ്രോസറി ഷോപ്പിംഗ് ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പക്ഷെ അതൊന്നും നടന്നില്ല. ഞങ്ങളെല്ലാം പ്ലാനൊക്കെ ഡ്രോപ്പ് ചെയ്ത് ഞങ്ങളുടെ എൻ്റെ കമ്പനിക്കാരൻ ഇപ്പോഴും ഇവിടെ കൂടെ ഉണ്ട്. പുതിയൊരു സുഹൃത്തിനെ ഞാൻ കാണിച്ചു തരാം. അച്ഛൻ ജിമ്മിലൊക്കെ പോയിട്ട് വന്നേരം. അപ്പൊ അവനെ പിക്ക് ചെയ്യാനാണ് ഞങ്ങൾ പോയത്. അതും പിന്നെ ഞങ്ങൾ ഗ്രോസറി വാങ്ങണമായിരുന്നു. പക്ഷെ ഇന്ന് ഞായറാഴ്ചയുണ്ട്. UK വരണ എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ അതേ ബ്രെഡ് വാങ്ങിയത് ഞങ്ങള് ചോദിച്ചാൽ പറയാൻ പോണ പോലെ. ഓക്കെ ഗൈസ്, അപ്പൊ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് വീട്ടിലെത്തിരി ബാക്കി വിശേഷം കാണാം. എന്താ ഉണ്ടാക്കണേ? ഞാൻ ബ്രെഡ് ന്യൂട്രലി സോറി പീനട്ട്. ഓക്കെ, പിള്ളേർ അപ്പിട്ടിരിക്കും. പക്ഷെ ഇതൊന്നും അല്ല. അങ്ങനെ നല്ല കിണ്ണം ഫുഡാണ്. നൈസ് കുക്കാണ്. നല്ല രീതിയിൽ ഫുഡൊക്കെ ഉണ്ടാക്കാറുണ്ട്. നീ ഇപ്പോൾ തന്നെ വീഡിയോ എടുക്കാൻ ഗൈസ് ഞങ്ങളിതാ മുമ്പേ റോംഫോർഡ് ഒന്ന് ഫുഡ് കഴിച്ചു. വയറ്റിൽ കോഴിയും കുഞ്ഞുവാന്ന് തോന്നുന്നു. വീണ്ടും ഞങ്ങൾക്ക് പൊരിഞ്ഞ വിശപ്പ്. ഞങ്ങള് ബ്രെഡ് കഴിച്ചു. ഇടയ്ക്കിടയ്ക്ക് കൈ കാണിക്കണ്ട. ഓ കിരൺ അടിക്കുന്ന നോക്ക് ഗൈസ്. ഗൈസ് ഓംലെറ്റ് എന്ന് പറഞ്ഞ് വലിയ എന്തോ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. റബ്ബർ ഷീറ്റ് കിടക്കുന്ന സാധനം കിടപ്പുണ്ട് ഗൈസ് ഈ പാനല്. കഴിവുള്ള കലാകാരൻ. യോ ഓ അതറിയല്ലേ? അത് പറഞ്ഞാൽ പട്ടിണിയാവും ഗൈസ്. മപ്പായിട്ട് എന്തോ കാണിക്കുന്നുണ്ട് വശമ്പി. താങ്കൾ എറണാകുളത്ത് ഏത് ഫാസ്റ്റ് ഫുഡിൽ നിന്നിട്ടുള്ളേ? ഗൈസ് ഊമി ഓംലെറ്റ് അടിക്കി പിടിച്ചു. ഞങ്ങളിതാ ചീസ് മോഷ്ടിക്കാൻ പോവാണ്. ആരെങ്കിലും വരുന്നുണ്ടോ നോക്കൂ. ഇല്ല, ഈ ചീസ് ഇരിപ്പുണ്ട്. ഇത് നമ്മൾ ആദ്യം എടുക്കാൻ പാടില്ല. ഇത് കാരണം പൊട്ടിച്ചിട്ടില്ല. നമ്മളിപ്പോ ഇങ്ങനെ എല്ലാം നോക്കും. പിന്നെ ഇതിന്റെ അടിയിൽ എന്തോ നമുക്കുള്ള പോലെ തോന്നി, പക്ഷെ ഇവിടെ ഒന്നുമില്ല. നമ്മളിപ്പോ നേരെ അടുത്തതിലേക്ക് പോകുന്നു ഗൈസ്. ചീസ് ഉണ്ടോ? ചീസ് ഇല്ല. ചീസ് ഉണ്ടോ? ചീസ് ഇല്ല. പിന്നെ താഴോട്ടൊന്നുമില്ല ഗൈസ്. നമുക്ക് ഇത് എടുക്കാതെ വേറെ വഴിയില്ല. കിരൺ ഇതാ രണ്ടും കൽപ്പിച്ച് ചീസ് എടുക്കാമെന്ന് റിസ്ക് എലമെന്റ്സ് ആണ്. ഞങ്ങളെ പൊക്കും ഗൈസ്. കൈയൊക്കെ പിടിച്ചിരിക്കുന്നു ഗൈസ്. ബാക്കി കഴിച്ചിട്ട് നമുക്ക് പിന്നീട് കാണാം. ബൈ ഗൈസ്. കിരൺ ഓംലെറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഓ ബലബേഷ് കിണ്ണൻ ഓംലെറ്റ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോഴും കാര്യമായിട്ട് എന്തോ കുക്കാന്ന് പറഞ്ഞ എന്തോ കാണിക്കുന്നുണ്ട്. അതായത് ഒരു വേശി ഞങ്ങളുടെ മുറി കയറി വന്നിട്ടുണ്ട് ഗൈസ്. കിരണെ പണ്ണാൻ പോകുന്നു. ഫായ് മാൾട്ട ട്രിപ്പ് എങ്ങനെയുണ്ട് അഭിപ്രായം പറയും ഗൈസ്. ഫായ് എന്താന്ന് മണത്ത് നോക്കുന്നുണ്ട്. ആ അങ്ങനെ ഞങ്ങളുടെ ഫൈനെ നോക്കൂ. കിര താങ്കൾ എന്താണ്? ഓക്കെ കഴിയില്ലേ? അയ്യോ ഞാൻ ഉണ്ണി കണ്ണനോട് നീ എന്തു പരിഭവം മെല്ലെ
അടുത്ത പിടിക്കാം. അഗ്നിസാക്ഷിയായില താലിജാപ്തിയൻ ആദ്യാനുരാഗം ധന്യമാകും മന്ത്രകോടിയിൽ ഞാൻ മൂടി നിൽക്കവേ ആദ്യാഭിലാഷം സഫലമാകും. അപ്പൊ നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് നമ്മുടെ മുറിയിലേക്ക് കയറാം. ശ്രീകുളം കിടന്ന് തുടങ്ങാം. വെള്ളം കുടിക്കുക. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താന്ന് നമുക്ക് ആലോചിക്കണം. അപ്പോൾ സെറ്റാക്കി നമ്മുടെ ജോലി കഴിഞ്ഞ് അർജുൻ വരും. കാറിലിരിക്കും വാങ്ങിക്കുന്നു.